ഓം ശ്രീ സായിരാം. ബാലകാന്ഡം, വിശ്വാമിത്രന്റെ യാഗരക്ഷ. അയോധ്യയിലെ രാജകുമാരന്മാരായിട്ട് ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും എല്ലാവരെയും കണ്ണിലുണ്ണികളായിട്ടാണ് വളരുന്നത്. എല്ലാവരും താഴത്ത് വെക്കില്ല, തലയിലും വെക്കില്ല എന്ന മട്ടില് വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി കുട്ടികളെ നോക്കി നോക്കി വളർത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ശ്രീരാമ ലക്ഷ്മണന്മാരെന്നും ഭരത ശത്രുഘ്നന്മാരെന്നും എന്നാണ് നമ്മൾ സാധാരണ പറയുക അല്ലേ. അല്ലാതെ ശ്രീരാമ ഭരതെന്നോ ലക്ഷ്മണ ശത്രുഘ്നെന്നോ പറയാറില്ലല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതോ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ജനിച്ച ഉടൻ തന്നെ അമ്മമാരവരെ നല്ല സ്വർണ്ണത്തൊട്ടിലൊക്കെ ഉണ്ടാക്കി അതിൽ കിടത്തി ഉറക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ എന്താ ഉണ്ടായേ? സുമിത്രയുടെ കൊട്ടാരത്തില് കുഞ്ഞുങ്ങള് നിർത്താതെ കരയുക. രാവിലെയും രാത്രിയും പകലും എല്ലാം കരച്ചില്. എന്തൊക്കെ ചെയ്തിട്ടും ഭക്ഷണം കൊടുത്തിട്ടും പാല് കൊടുത്തിട്ടും ഒന്നും ഒരു രക്ഷയുമില്ല. നിർത്താതെ കരച്ചിലോടെ കരച്ചില്. നീ ഇപ്പൊ എന്താ ചെയ്യാ? സുമിത്ര ആകെ വലഞ്ഞു. എന്നിട്ട് വേഗം വസിഷ്ഠ മഹർഷിയുടെ ഭവനത്തിലേക്ക് പോയി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, സ്വാമി, കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുകയാണ്, എന്താണ് കാരണം എന്ന് മനസ്സിലാവുന്നില്ല, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞു. അപ്പൊ വസിഷ്ഠ മഹർഷി പറഞ്ഞു, അതോ പായസാംശത്തിന്റെ കാരണം കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ കരയുന്നത്. സുമിത്രാദേവിക്ക് കൗസല്യയും കൈകേയിയും അവരുടെ പങ്ക് പായസമല്ലേ തന്നത്. കൗസല്യാദേവിയുടെ പായസത്തിന്റെ പങ്കിൽ നിന്നാണ് ലക്ഷ്മണൻ ഉണ്ടായത്. അതുപോലെ കൈകേയിയുടെ പായസത്തിന്റെ പങ്കിൽ നിന്നാണ് ശത്രുഘ്നൻ ഉണ്ടായത്. അതുകൊണ്ട് അവർക്ക് ശ്രീരാമനെയും ഭരതനെയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, വേഗം തന്നെ അവരെ രണ്ടുപേരെ എടുത്തിട്ട് ഒരാളെ ലക്ഷ്മണനെ പിന്നെ ശ്രീരാമന്റെ തൊട്ടിലും ഭരതന്റെ തൊട്ടില് ശത്രുഘ്നെയും കിടത്തി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോ സ്വിച്ച് ഇട്ട പോലെ കരച്ചിൽ നിന്ന് കുട്ടികളുടെ കളിചിരിയായി, സന്തോഷം. അങ്ങനെ സുമിത്രയുടെ കൊട്ടാരത്തിൽ നിന്ന് നേരെ കൗസല്യയുടെ കൊട്ടാരത്തിലും കൈകേയിയുടെ കൊട്ടാരത്തിലുമാണ് ഈ കുട്ടികൾ വളരുന്നത്. സന്തോഷമായിട്ട് അവരെല്ലാവരും കഴിയുകയാണ്. അങ്ങനെ കുട്ടികൾ വലുതായി കുട്ടികളെ വസിഷ്ഠ മഹർഷിയുടെ ഗുരുകുലത്തിലാക്കും. രാജകുമാരന്മാരാണ് എന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തിലിരുത്തിയൊന്നും പഠിപ്പിക്കാൻ ദശരഥ മഹാരാജാവ് സമ്മതിക്കില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എല്ലാ കുട്ടികളുടെയും കൂടെ, സാധാരണ കുട്ടികളുടെ കൂടെയും രാജകുമാരന്മാരുടെ കൂടെയും ഇവര് വസിഷ്ഠ മഹർഷിയുടെ ഗുരുകുലത്തിൽ തന്നെ താമസിച്ച് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടാക്കും. എല്ലാ വിദ്യകളിലും അവർ വളരെ സാമർഥ്യമുള്ളവരായി തീരും. അതിൻ്റെ കൂടെ വസിഷ്ഠ മഹർഷി ധനുർവിദ്യ വെച്ചാൽ രാജകുമാരന്മാരല്ലേ, അന്നത്തെ കാലത്ത് നമ്മുടെ പോലെ തോക്കും ഗണ്ണും ഒന്നും അല്ലല്ലോ. അന്നെന്താണുള്ളത്? അമ്പും വില്ലുമാണ്. അപ്പം ധനുർവിദ്യ, ധനു എന്ന് പറയും അമ്പിന്. അപ്പം ധനുർവിദ്യയും കൂടെ പഠിപ്പിച്ചു. എല്ലാത്തിലും കുട്ടികൾക്ക് നല്ല അറിവാണ്. അങ്ങനെ എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിനെ വരുത്തും. സുമന്തരുടെ കൂടെ മഹാരാജാവ് വന്നു. രാജ്യത്ത് വന്നിട്ട് അദ്ദേഹം വന്നപ്പോഴത്തേക്കും ഗുരു പറഞ്ഞു, എത്ര നല്ല മക്കളാണ്, സൽസ്വഭാവികളും വളരെ ജ്ഞാനികളും വളരെ പിന്നെ അറിവുള്ളവരുമായ മക്കളാണ് അങ്ങയുടേത്. വളരെ പ്രസിദ്ധരാവും ഇവര്. വളരെ അപൂർവമായ ഭാഗ്യമാണ് അങ്ങേക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് രാജാവിന് വളരെ സന്തോഷമായി മക്കളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ വെറുതെ ഇരിക്കുകയൊന്നുമില്ല. രാജകുമാരന്മാരാണെന്ന് വെച്ചിട്ട് മടിയന്മാരായിട്ട് ഇരിക്കാനൊന്നും സമ്മതിക്കില്ല. എന്ത് ചെയ്തു? സുമന്ത്രരാണല്ലോ പ്രധാനമന്ത്രി, അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു, ഈ കുട്ടികളെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും കൊണ്ടുപോകണം. എങ്ങനെ? തേരിൽ കെട്ടി കൊണ്ടുപോകണം. സാധാരണ വേഷം അണിഞ്ഞു വേണം അവർ പോകാൻ. പ്രജകളുമായിട്ട് അവർ സംസാരിക്കണം, അവര് പ്രജകളുമാരുടെ വിഷമങ്ങൾ അറിയണം, അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും അറിയണം. അങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി അവർ നോക്കുമ്പോൾ എന്താണ്, എവിടെയെല്ലാം സത്രങ്ങളില്ല അവിടെ സത്രങ്ങൾ ഉണ്ടാക്കുക, മരങ്ങളില്ലാത്തടത്ത് ചെടികൾ വെച്ച് പിടിപ്പിക്കുക, കിണറില്ലാത്തടത്ത് കിണർ കുഴിപ്പിക്കുക. ഇങ്ങനെ കുട്ടികൾ തന്നെ കണ്ടുപിടിച്ച് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം സുമന്ത്രരോട് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അപ്പം പ്രജകൾക്ക് എന്താണ്, കുട്ടികളെ കണ്ടപ്പോഴത്തേക്കും സാക്ഷാൽ ഈശ്വരനെ കാണുന്ന സന്തോഷമാണ്. അത്ര സുന്ദരന്മാരും
സത്സ്വഭാവികളുമായ കുട്ടികളാണ്. അപ്പോൾ പ്രജകളൊക്കെ അവരെ പ്രാണനെ പോലെ സ്നേഹിക്കുകയാണ്. 4 മാസം അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ രാജാവ് എന്ത് ചെയ്തു? കുട്ടികളെ കൂടെ രാജസദസ്സിലിരുത്തും. കാരണം ഭാവിയിൽ രാജാക്കന്മാരാവാനുള്ള കുട്ടികളാണ് അല്ലേ. അപ്പോൾ അവര് ഭരണത്തിന്റെ രീതികളൊക്കെ അറിയണം. എങ്ങനെയാണ് അച്ഛൻ രാജസദസ്സിൽ സംസാരിക്കുന്നത്, മന്ത്രിമാരെങ്ങനെയാണ് സംസാരിക്കുന്നത്, ചർച്ചകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് വെറുതെ പുസ്തകം നോക്കി പഠിച്ചാൽ പോരാ, കണ്ട് തന്നെ പഠിക്കണം, കേട്ട് തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ദശരഥ മഹാരാജാവരെ രാജസദസ്സിലിരുത്തും. അങ്ങനെ ഭഗവാന്റെ അവതാരമാണല്ലോ ശ്രീരാമൻ. ശ്രീരാമനെ എന്താ വിളിക്കുകയെന്നറിയാമോ? മര്യാദാ പുരുഷോത്തമൻ. പുരുഷന്മാരിൽ ഉത്തമനും മര്യാദയുള്ളവനും, അതാണ് മര്യാദാ പുരുഷോത്തമൻ എന്നാണ് ശ്രീരാമനെ ജനങ്ങൾ വിളിച്ചത്. അങ്ങനെ അത്ര നല്ല സ്വഭാവത്തോടുകൂടി മാതൃകാപരമായിട്ട് അവർ വളർന്ന് ഒരു 16 വയസ്സാവും കേട്ടോ. ഒരു 16 വയസ്സായപ്പോഴത്തേക്കും അവിടെ ഒരാള് വന്നു. ഒരാള് വിരുന്ന് വന്നു. ആരാണെന്നറിയാമോ? വിശ്വാമിത്ര മഹർഷി. വിശ്വാമിത്ര മഹർഷിക്ക് അറിയാം ഭഗവാൻ ജനിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഭഗവാൻ ഇനി അയോധ്യയിൽ നിന്നും കുറച്ച് പുറത്തൊക്കെ പോകണമല്ലോ. അതിനുള്ള ഒരു വഴി ഒരുക്കുന്നതിനായിട്ടാണ് വിശ്വാമിത്ര മഹർഷി വന്നിരിക്കുന്നത്. അദ്ദേഹം വന്നിരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം യാഗരക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം വലിയ യാഗം നടത്തുകയാണ്. ആ യാഗം നടത്തുമ്പോൾ എന്താണ് ഉണ്ടാവുക അറിയാമോ? രാക്ഷസന്മാരുണ്ടല്ലോ, രാക്ഷസന്മാർ വന്ന് ആകാശത്ത് നിന്നുകൊണ്ട് മലവും മൂത്രവും രക്തവും എല്ലുകളും ഒക്കെ ഈ യാഗാഗ്നിയിലേക്ക്, യാഗസ്ഥലത്തൊക്കെ വർഷിക്കുകയാണ്. മുകളിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മഹർഷിമാർക്ക് ആയുധങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും? അതുകൊണ്ട് രാജാവിന്റെ കടമയാണ് രാജ്യത്തിലുള്ള എല്ലാവരെയും, വനവാസികളെയും അതുപോലെ രാജ്യവാസികളെയും രക്ഷിക്കുക എന്നുള്ളത്. മഹർഷിമാരെ രക്ഷിക്കേണ്ടവൻ രാജാവാണ്. അതുകൊണ്ട് ദശരഥ മഹാരാജാവ് ഓടിപ്പോയി അദ്ദേഹത്തിനെ നമസ്കരിച്ചു. അങ്ങേക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നൊരു വാക്കും കൊടുത്തു. നമ്മൾ ഒരിക്കലും ഒരാൾ എന്തിനാണ് നമ്മളോട് ആവശ്യപ്പെടാൻ പോകുന്നത് എന്നറിയാതെ ഒരിക്കലും വാക്ക് കൊടുക്കാൻ പാടില്ല. നമുക്ക് കഴിയുമോ എന്നറിഞ്ഞിട്ടേ വാക്ക് കൊടുക്കാവൂ. പക്ഷേ ദശരഥ മഹാരാജാവ് അങ്ങനെ ചെയ്തില്ല. പകരം ഞാൻ അങ്ങ് എല്ലാം ചെയ്തു തരാം എന്നങ്ങ് വാക്ക് കൊടുത്തു. വാക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി പറഞ്ഞത്, ശ്രീരാമനെയും ലക്ഷ്മണനെയും എൻ്റെ കൂടെ യാഗരക്ഷയ്ക്ക് അയക്കൂന്ന്. അയ്യോ, നമ്മുടെ ദശരഥ മഹാരാജ് ഞെട്ടിപ്പോയി. അയ്യോ, ഇവരെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ കഴിയും? അവരെ ഞാൻ ഇതുവരെ പിരിഞ്ഞിട്ടില്ല, എനിക്ക് അവരെ എങ്ങനെ പിരിയാൻ കഴിയും എന്ന് പറഞ്ഞു. വസിഷ്ഠ മഹർഷി പറഞ്ഞു, മഹർഷി പറഞ്ഞു, രാജാവെ പേടിക്കണ്ട, അങ്ങയുടെ മക്കള് സാധാരണ കുട്ടികളല്ല, അവരിതിനു വേണ്ടി തന്നെ ജനിച്ചവരാണ്, അതുകൊണ്ട് അവരെ സന്തോഷമായിട്ട് പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രന്റെ കൂടെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവിടെ ആദ്യം സരയൂ നദിയുടെ തീരത്തെത്തി. അവിടെ കൊടുങ്കാട്ടിലൂടെ വേണം യാത്ര ചെയ്യാൻ. ഒന്നുമില്ലല്ലോ, വണ്ടികളും രഥങ്ങളും ഒന്നും പോവില്ല, നടന്നു തന്നെ പോണം. അപ്പം വിശ്വാമിത്രൻ പറഞ്ഞു, നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ 2 മന്ത്രങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്താണ് മന്ത്രങ്ങള്? ബല, അതിബല എന്ന് 2 മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ മന്ത്രങ്ങൾ പറയുമ്പോൾ എന്താ ഉണ്ടാവുക? വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നും ഉണ്ടാവില്ല. അവിടുന്ന് അവര് നടന്ന് എവിടെ പോയിന്നറിയാമോ? വലിയ കാട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു ശബ്ദം, എല്ലാവരും പേടിച്ചിരിക്കുന്ന മാതിരിയാണ് ശ്രീരാമന് തോന്നിയത്. അപ്പൊ ചോദിച്ചു, എന്താണ് മഹർഷി ഇങ്ങനെ? അപ്പൊ പറഞ്ഞു, ഇതിനാണ് താടകാവനം എന്ന് പറയും. താടക എന്നൊരു രാക്ഷസിയാണ് ഇവിടെ താമസിക്കുന്നത്. അവളുടെ മകനാണ് മാരീചൻ. അവളെന്ത് ചെയ്യാ? എല്ലാവരെയും ഉപദ്രവിക്കുന്നതുകൊണ്ട് ഈ വഴി ആരും നടക്കില്ല. അവളെ പേടിച്ച് ഈ വഴി ആരും നടക്കുന്നില്ല. മൃഗങ്ങൾ പോലും പേടിച്ചാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രീരാമന്റെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ട് താടകയെ കൊല്ലണം. അപ്പൊ ശ്രീരാമൻ ചോദിച്ചു, അയ്യോ, സ്ത്രീകളെ കൊല്ലാൻ പാടുണ്ടോ? സ്ത്രീകളെ കൊല്ലുന്നത് പാപമല്ലേ എന്ന് ചോദിച്ചു. അപ്പം വിശ്വാമിത്രൻ പറഞ്ഞു, ഇല്ല, സ്ത്രീധർമ്മം പാലിക്കുന്നില്ലല്ലോ, സ്ത്രീയെ പോലെ അല്ലല്ലോ ജീവിക്കുന്നത്, രാക്ഷസിയല്ലേ, അതുകൊണ്ട് കൊല്ലാം എന്ന് പറഞ്ഞു. അപ്പൊ ഒറ്റ അമ്പ് കൊണ്ട് ശ്രീരാമൻ താടകയെ വധിച്ചു. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി അവര് താടകാവനത്തിന്റെ ഒരു ഭാഗത്ത് താമസിച്ചു. അടുത്ത ദിവസം രാവിലെ വിശ്വാമിത്രന്റെ കൂടെ നടന്ന പല സ്ഥലങ്ങളും കണ്ട് അവര് സിദ്ധാശ്രമത്തിലെത്തി. സിദ്ധാശ്രമമാണ് വിശ്വാമിത്രന്റെ ആശ്രമം.
അവിടെ ചെന്നപ്പോൾ തന്നെ മഹർഷി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കയ്യിൽ, അദ്ദേഹം രാജർഷിയായിരുന്നു ആദ്യം, വലിയ രാജാവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് നല്ല ദിവ്യമായ അസ്ത്രങ്ങളുണ്ട്. അതെല്ലാം ശ്രീരാമനും ലക്ഷ്മണനും കൊടുത്തുകൊണ്ട് അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടതെന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യാഗം തുടങ്ങിക്കോളൂ, ഞങ്ങൾ യാഗരക്ഷ ചെയ്യാം എന്ന് പറഞ്ഞ് ലക്ഷ്മണനും ശ്രീരാമനും തയ്യാറായിട്ട് നിന്നു. അപ്പൊ യാഗം തുടങ്ങിയതും ദേ മോളില് മാരീചൻ, സുബാഹു എന്നുള്ള രണ്ട് ദുഷ്ടന്മാരായ രാക്ഷസന്മാർ, അസുരന്മാരുടെ കൂടെ ഒരുപാട് രാക്ഷസന്മാർ അണിനിരന്നുകൊണ്ട് രക്തവും മാംസവും ഒക്കെ വർഷിക്കാൻ തുടങ്ങി. അപ്പൊ ശ്രീരാമൻ ഒരൊറ്റ അമ്പെയ്ത് സുബാഹുവിനെ കൊന്നു. ബാക്കി എല്ലാവരും ഇങ്ങനെ കൊന്നു വീഴ്ത്തിയപ്പോഴത്തേക്ക് മാരീചൻ പേടിച്ച് ഓടിപ്പോവും. പക്ഷെ മാരീചന്റെ പുറകെ തന്നെ ശ്രീരാമന്റെ അമ്പും പോവുകയാണ്. അപ്പൊ മാരീചൻ പേടിച്ച് ചെന്ന് കടലിൽ ചെന്ന് വീണു. അവിടെ ചെന്നപ്പം രാമബാണവും അവിടെ എത്തി. അപ്പോ മാരീചൻ രാമാ രാമാ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറക്കെ കരയും. ശ്രീരാമന്റെ സ്വഭാവം എന്താണെന്നറിയാമോ? തന്നെ ആരെങ്കിലും ശരണം പ്രാപിച്ചാൽ, രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, അവർക്ക് ദുഷ്ടനായാലും കൊള്ളാം നല്ലവനായാലും കൊള്ളാം, അവർക്ക് ശരണം കൊടുക്കും. അതാണ് ശ്രീരാമന്റെ സ്വഭാവം. അതായത് ശരണാഗതത്രാണൻ, ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്നവൻ. അപ്പൊ മാരീചനോട് പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ആ അസ്ത്രം തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ രാമനും ലക്ഷ്മണൻ രാക്ഷസന്മാരെയൊക്കെ കൊന്ന് രാഗരക്ഷ ചെയ്തു. 3 ദിവസം അവിടെ താമസിച്ചു. അപ്പൊ രാമൻ പറഞ്ഞു, ഇനി നമുക്ക് തിരിച്ച് അയോധ്യയിലേക്ക് പോകാം എന്ന് പറഞ്ഞ സമയത്ത് എന്തുണ്ടായി എന്നറിയാമോ? ജനക മഹാരാജാവ് എന്നൊരു രാജാവുണ്ട്, വളരെ ശ്രേഷ്ഠനായ രാജാവാണ്. അദ്ദേഹത്തിന്റെ രാജ്യം ജനകപുരി എന്ന് പറയും, അതുപോലെ വിദേഹം എന്ന് പറയും, മിഥുല എന്ന് പറയും, 2-3 പേരുകളുണ്ട്. അവിടുന്ന് പിന്നെ രാജാവ് ഒരു എഴുത്ത് കൊടുത്തയച്ചു വിശ്വാമിത്രൻ. എന്താണ്? ഞാനൊരു യാഗം നടത്തുന്നുണ്ട്, ആ യാഗത്തിൽ മഹായജ്ഞമാണ്, ആ യജ്ഞത്തിൽ പങ്കെടുക്കുവാനായിട്ട് അങ്ങ് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അയോധ്യയെ പോയിട്ട് തിരിച്ച് വിദേഹത്തിൽ പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് വിശ്വാമിത്രൻ പറഞ്ഞു, നമുക്ക് മിഥിലയിൽ പോയിട്ട്, മിഥിലാന്നും പോയിട്ട് അയോധ്യയിൽ ഞാൻ തന്നെ നിങ്ങളെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, അയ്യോ അച്ഛൻ പറഞ്ഞത് അനുസരിക്കണ്ടേ, അച്ഛൻ പറഞ്ഞ യാഗരക്ഷ കഴിഞ്ഞാൽ തിരിച്ചു വരാനല്ലേ എന്ന് പറഞ്ഞു. അപ്പോ വിശ്വാമിത്രൻ പറഞ്ഞു, അച്ഛൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, വിശ്വാമിത്രന്റെ കൂടെ പോകുന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നതെല്ലാം അനുസരിക്കണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് പിന്നെ മിഥിലയിൽ പോയി ആ യാഗം കണ്ടിട്ട് അവിടെ മഹാദേവന്റെ ശൈവചാപമുണ്ട്, അതും കാണാം എന്നുള്ള സന്തോഷത്തോടു കൂടി ശരി എന്ന് പറഞ്ഞ് ശ്രീരാമനും ലക്ഷ്മണനും നമ്മളുടെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ മിഥില രാജ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ഭാഗമായിട്ട് നാളെ പറയാം കേട്ടോ. സായിരാം.